അമ്മ ചിന്തിക്കുന്നതിനേക്കാളും വലിയ തെറ്റ. മോനെ എന്താന്ന് പറ. അമ്മ പേടിക്കരുത്. ഇല്ല ഇല്ല, എന്താണെന്ന് എന്റെ മോൻ പറ. അമ്മ അമ്മ ഞാനൊരാളെ കൊന്നമ്മേ. ഞാൻ കൊന്നതാ നന്ദ. ഞാൻ കൊന്നു ഋഷിയെ. ഞാനാ കൊന്നത്. അമ്മേ 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 അമ്മ എനിക്കൊരു ധൈര്യം തരുമെന്ന് വെച്ചാ ഞാനല്ല അമ്മയോട് പറഞ്ഞത്. അമ്മ വീണു പോകരുത്. അമ്മ ഞാൻ കരുതിക്കുട്ടി ചെയ്തതല്ല അമ്മ, പറ്റിപ്പോയതാ. കൊല്ലണമെന്ന് എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു. കൊല്ലാൻ എനിക്ക് അറിഞ്ഞും കൂടാ. ഒരു ജീവനെടുക്കാൻ എനിക്ക് കഴിയും അമ്മ. പക്ഷെ അമ്മയെ അവഹേളിച്ചതിന് അവനോട് പകരം ചോദിക്കണമെന്നുണ്ടായിരുന്നു. അന്ന് അമ്മ കരഞ്ഞില്ലേ, ആ കണ്ണീര് കണ്ടപ്പോഴാ ഞാൻ മനസ്സിൽ കുറിച്ചത്. അമ്മയുടെ ആ കണ്ണീരിന് ഞാൻ കണക്ക് തീർക്കൂ. അമ്മ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ കരയുമ്പോ എന്തുകൊണ്ടാന്നറിയാന്ന്. അതുപോലെ അമ്മയുടെ അന്നത്തെ കണ്ണീരിന്റെ അർത്ഥം അതെനിക്കും അറിയായിരുന്നു. അത് അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ദയനീയതയായിരുന്നു. അതിന് പകരം ചെയ്തില്ലെങ്കിൽ മരണം വരെ അമ്മയുടെ കണ്ണീര് എന്റെ ഈ കണ്ണിന് മുമ്പിൽ നിൽക്കുമായിരുന്നു അമ്മ. പക്ഷെ കാര്യങ്ങളൊന്നും എന്റെ കയ്യിൽ നിന്നില്ല അമ്മ. എന്തിനാടാ നീ എനിക്ക് വേണ്ടി നിന്റെ ജീവിതം ഇല്ലാതാക്കി കളഞ്ഞത്? അമ്മയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിന് ഇനി എന്ത് വന്നാലും പ്രശ്നമില്ല. എന്റെ ജീവിതത്തിന് ഒരു അർത്ഥം വന്നത് ഇപ്പോഴാ അമ്മ. നന്ദ മോനെ, ഞാൻ ഋഷിയെ കാണുമ്പോ കെവിനും എന്റെ കൂടെ ഉണ്ടായിരുന്നു. നിന്നെ നിന്റെ തള്ളയും പെണ്ണും പിള്ളയൊക്കെ തെണ്ടിക്കള ഞാൻ. അമ്മ അന്ന് ഡിവൈഎസ്പിയോട് വന്നത് ദേവിക വിളിച്ചതുകൊണ്ടായിരുന്നില്ല. എന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ചെല്ലാൻ പറയാനായിരുന്നു. ചോദ്യം ചെയ്യാൻ. എന്തായാലും അന്വേഷണത്തിന് നന്ദന്റെ സഹായമൊക്കെ വേണം. ഉണ്ടാവും സാർ. അങ്ങനെയാണെങ്കിൽ ഇന്ന് എൻ്റെ ഓഫീസിലേക്കൊന്ന് വരാൻ പറ്റും? ഞാൻ മാത്രമല്ല, സംഭവങ്ങളിൽ
കെവിനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. കണ്ടു നോക്ക്, നല്ല ഫിലിമാണ്. ഇത് മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒന്നല്ല. സാർ സംസാരിക്കും, ആള് കേട്ടോണ്ടിരിക്കുക. ഹലോ, DYSP ഐസക് കുരുവിള. റെക്കമെൻഡേഷൻ ഒന്നും നടക്കത്തില്ല. ആരാ സംസാരിക്കുന്നത്? സാർ, പോ, അവനെ വിളിച്ചോളൂ. പോ. ഞങ്ങളെ DSP വെറുതെ വിട്ടു. കേസൊന്നും ആകില്ലെന്നാ പറഞ്ഞേ. പക്ഷെ എന്റെ മനസ്സിന് സമാധാനം കിട്ടുന്നില്ല. അവൻ മോനെ വേണ്ട, എന്റെ കയ്യിൽ രക്തക്കറയുണ്ട്. വേണ്ടമ്മേ. എന്ത് രക്തക്കറ? നീ എന്റെ രക്തോ? നിയമത്തിന്റെ മുമ്പില് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പ്രശ്നമില്ല. നിന്നെ ഞാൻ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല. നീ ഒന്നും പറയണ്ട. കരയോ വിഷമിക്കോ ഒന്നും വേണ്ട. എന്റെ മോനെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. നീ ചെയ്തത് തെറ്റോ ശരിയോ എന്നൊന്നും ഞാൻ ഇഴകേറി നോക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സത്യം എന്റെ മക്കളാ. എന്റെ മനസ്സ് പതറുമായിരിക്കും, ഞാൻ കരയുമായിരിക്കും. എന്നാലും ശരി, നിന്നെ ഞാൻ കൈവിട്ട് കളയില്ല. മോനെ, പേടിക്കണ്ട കേട്ടോ. പേടിക്കണ്ട, പേടിക്കേ ചെയ്യരുത്. അമ്മയുണ്ട് നിന്റെ കൂടെ. DYSP നിങ്ങളെ വെറുതെ വിട്ടു. ഇനി മറ്റാരെങ്കിലും കേസിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ കുറ്റം ഞാൻ ഏറ്റെടുക്കും. ഞാൻ ജയിലിൽ പോവും. അമ്മേ, അമ്മയോട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു സമാധാനം കിട്ടി. ദേവിയോട് പറയാന്ന കരുതിയേ. പക്ഷെ ഓരോ പ്രാവശ്യം ദേവിയെ കാണുമ്പോഴും എനിക്ക് പറയാനുള്ള ശക്തി കിട്ടിയില്ല. അമ്മയോടായപ്പോ എനിക്കൊരു ധൈര്യം തോന്നി. മോനെ, വാ മോനെ, വാ. നന്ദു, നന്ദു,
വന്നിരിക്കുന്നേ? എന്താ നന്ദു? സന്തോഷമായിട്ട് സംസാരിച്ച് കിടന്നതാ. ഉണർന്നു നോക്കിയപ്പോ നന്ദുനെ കാണുന്നില്ല. എന്താ അമ്മേ? നന്ദുന് എന്താ പറ്റിയേ? അമ്മ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല. ഇവന്റെ കമ്പനിയിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോ നന്ദന് വിഷമം. അപ്പൊ എനിക്ക് സങ്കടം വന്നു. എന്താ നന്ദു ഇത്? ഉറക്കം വരാതിരുന്നപ്പോ ഞാൻ വെറുതെ ഇങ്ങോട്ട് പോകുന്നതാ. നീ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ടാ വിളിക്കാതിരുന്നേ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല. ഞാൻ പറഞ്ഞു ഒട്ടും വിഷമിക്കണ്ട, ഞാൻ കൂടെയുണ്ടെന്ന്. നീ പേടിക്കണ്ട മോനെ, അമ്മയുണ്ട് കൂടെ. കണ്ടില്ലേ, ഇത്രയും ശക്തിയായ ഒരു അമ്മ കൂടെ ഉള്ളപ്പോ എന്തിനാ നന്ദു പേടിക്കുന്നേ? അമ്മ മാത്രല്ല, ഞാനും കൂടെയുണ്ട്. ടെൻഷൻ ആവണ്ട നന്ദു. ഇപ്പൊ ടെൻഷനൊന്നുമില്ല, ഒക്കെ മാറി. എങ്കി വന്നേ പോവാം. അമ്മ ഉറങ്ങിക്കോട്ടെ. അമ്മ ചെന്നിടന്ന് ഉറങ്ങ്. ചെല്ല് ചെല്ല് മോനെ, പോയി കിടന്നു. നിന്റെ അമ്മയുണ്ട് കൂടെ. വാ നന്ദു, വാ. താനത് എവിടെ പോയതാ? ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ. ആ, കിടക്കുന്നതിന് മുമ്പ് വെള്ളം എടുത്തു വയ്ക്കാൻ മറന്നു അല്ലേ? എന്താ വല്ലാതിരിക്കുന്നേ? സുഖമില്ലേ? പനിയുണ്ടോ? ഒന്നുമില്ല സിദ്ധു. നന്ദൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവൻ കിടന്നോ? ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നന്ദനിപ്പോ താഴേക്ക് വന്നിരുന്നു. ആ, വെറുതെ അല്ല താൻ ടെൻഷൻ അടിക്കുന്നത്. അല്ല, നേരത്തെ വിഷമങ്ങളൊക്കെ മാറിയെന്ന് പറഞ്ഞല്ലേ? ഇപ്പൊ എന്താ വീണ്ടും പഴയതുപോലെ ആയോ?
ഏയ് അങ്ങനെയൊന്നുമില്ല. ചിലർക്ക് ചില ദിവസങ്ങളിൽ ഉറക്കം ശരിയാവില്ലല്ലോ, അങ്ങനെ വന്നതാ. അവൻ കിടന്നോ? ഞാൻ പോയി നോക്കട്ടെ. വേണ്ട സിദ്ധു, ദേവിക ഉണ്ടായിരുന്നു. ഞങ്ങള് കുറച്ചു നേരം സംസാരിച്ചു. ഇപ്പൊ അവര് കിടക്കാൻ പോയി. ആ, എന്നെ കൂടി വിളിച്ചിരുന്നെങ്കിൽ ഞാനും കൂടെ വരുമായിരുന്നല്ലോ. നമ്മൾ എല്ലാരും കൂടി ഇരുന്ന് സന്തോഷത്തോടെ വീട്ടുകാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് എത്രയോ കാലമായി. നേരാ, വരട്ടെ, സംസാരിക്കണം. എല്ലാം ഒന്ന് നേരെ ആവട്ടെ. എല്ലാം ഒന്ന് നേരെ ആവട്ടെ. ഇനി എന്ത് നേരെയാവാൻ? ഞാൻ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതാ. ഞാൻ കിടന്നുടനെ ഉറങ്ങിപ്പോയി. ഒരു സ്വപ്നം പോലെ ഋഷി മനസ്സിലോട്ട് വന്നത്. അവനാരോ അപായപ്പെടുത്തിയത്രേ. നാളെ ആവട്ടെ, നന്ദനോട് ചോദിക്കാം. എന്ത് ചോദിക്കാന്ന്? ആ, ഋഷിയെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാവുന്നു? ഋഷിയെ കാണാനില്ലാത്ത കാര്യം നന്ദനോട് സംസാരിക്കുന്ന എന്തിനാ? ആ, ഞാൻ വെറുതെ ചോദിച്ചതാ. ഋഷിയുടെ കാര്യമാണല്ലോ ഇപ്പൊ എല്ലാരെയും ബാധിക്കുന്ന പ്രശ്നം. എല്ലാരും ബാധിക്കുന്ന പ്രശ്നോ? ഋഷിയെ കാണാനില്ലാത്ത എങ്ങനെയാ നമ്മളെ ബാധിക്കുന്നത്? അവൻ ഏതോ നാട്ടിൽ കറങ്ങാൻ പോയതാ. സത്യമാണോ? ആ, അതെ, സത്യം. ആൾക്കാരൊക്കെ അങ്ങനെയാ പറയുന്നത്. അവൻ ആരോഗ്യത്തോടെ എവിടെയോ ഉണ്ട്. അപ്പോ അരുന്ധതി പരാതി കൊടുത്തത്? അത് അമ്മയും മോനും തമ്മിലുള്ള എന്തോ ഒരു ഒത്തുകളിയാ സിദ്ധു. അതല്ലെങ്കിൽ അമ്മയും മോനും തമ്മിൽ പിണങ്ങി അവൻ ദൂരെ എങ്ങോട്ടോ പോയി. ഏതാണ് സത്യവും തിരിച്ചറിയാൻ കുറെ പാടുപെടേണ്ടി വരും. ഞാൻ പറഞ്ഞതാ സിദ്ധു സത്യം. ഋഷി കൂട്ടുകാരൻ കൂട്ടി എവിടെയോ പോയേക്കുക. സിദ്ധുവിനോട് ആരെങ്കിലും ചോദിച്ചാ അങ്ങനെ പറഞ്ഞാ മതി. അങ്ങനെയാണെന്ന് ഉറപ്പുവരുത്തിട്ട് പറഞ്ഞാ പോരെ? ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്, അതുപോരെ. അതിന് താരെന്തിനാ ചൂടാവുന്നത്? ഞാൻ ചൂടായതല്ല, കാര്യം പറഞ്ഞതാ. ശരി, എവിടെയോ കിടക്കുന്ന ഋഷിയെ പറ്റി നമ്മളെന്തിനാ തർക്കിക്കുന്നത്? നമുക്ക് കിടക്കാം. പ്രഭ, എന്തു പറ്റി? ഒന്നുമില്ല. വന്ന് കിടക്ക്. നന്ദ മോനെ, ചായ കുടിക്ക. നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ധൈര്യമായിട്ടിരിക്കേ, ഞാനുണ്ടടാ നിന്റെ കൂടെ. ചായ കുടിക്കും മോനെ. നീ ഇങ്ങനെ പേടിച്ചിരുന്ന് നടന്നതൊക്കെ സിദ്ധുവിനെയും ദേവികയും ഒന്നും അറിയിക്കരുത്.